പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 സോഷ്യൽ ചേഞ്ച്, സോഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ കൺട്രോൾ. അതിലെ ചാപ്റ്റർ 17 ആണ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങൾ. ഇതിൽ ഗൈഡിൽ 105-ാമത്തെ പേജാണ് വരുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ സതി സിസ്റ്റം വാസ് ബാൻഡ്? എന്നാണ് സതി സമ്പ്രദായം നിരോധിച്ചത്? 1829 സതി സമ്പ്രദായം നിരോധിച്ചത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് അബോൾഡ് അൺടച്ചബിലിറ്റി? തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. നെക്സ്റ്റ് തേർഡ് വൺ, നെയിം ദ ടേംസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് customs and practices from one society to another. ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്ക് ആചാര അനുഷ്ഠാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി, അതിനെ ഡിഫ്യൂഷൻ എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നാലാമത്തത്, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ റീജൻ പ്രൊപ്പഗേറ്റഡ് ബൈ അക്ബർ? അക്ബർ പ്രചരിപ്പിച്ച മതം ഏതാണ്? ദീൻ ഇലാഹി. നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻ, അഞ്ചാമത്തത്, വെൻ ഡിഡ് ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ഇൻ ഇന്ത്യ? എന്നാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്? 1960 അവസാനത്തോടു കൂടിയാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സോഷ്യൽ ചേഞ്ച് ഒക്കേഴ്സ്? എങ്ങനെയാണ് സാമൂഹ്യ മാറ്റം നടക്കുന്നത്? വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങളിൽ നിന്നുമാണ് പ്രധാനമായിട്ടും സാമൂഹ്യ മാറ്റങ്ങൾ നടക്കുന്നത്. വിവിധ സമൂഹങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും സാമൂഹ്യ മാറ്റങ്ങൾ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ സോഷ്യൽ ചേഞ്ച്. എന്താണ് സാമൂഹ്യ മാറ്റം? അതിൻ്റെ ആൻസർ നോക്കൂ. സാമൂഹ്യ പരിവർത്തനം അഥവാ മാറ്റം ഒരു സാർവത്രിക പ്രതിഭാസമാണ്. സമൂഹത്തിൻ്റെ ഘടനയിലും പ്രവർത്തന രീതികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. സാമൂഹ്യ പരിവർത്തനം അതായത് സമൂഹത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും സമൂഹത്തിൽ ചില മാറ്റങ്ങൾ, പ്രതിഭാസത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റത്തെയാണ് സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ ഘടനയിലും പ്രവർത്തന രീതികളിലും ഇതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റത്തെയാണ് സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എട്ടാമത്തത്, വാട്ട് ഈസ് കൾച്ചറൽ ലാഗ്? എന്താണ് കൾച്ചറൽ ലാഗ്? അതിൻ്റെ ആൻസർ, പുതുതലമുറയുമായി പൊരുത്തപ്പെടുവാൻ പഴയ തലമുറക്ക് പലപ്പോഴും കഴിയാതെ വരുന്ന പ്രതിഭാസത്തെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. പുതുതലമുറയിൽ ധാരാളം അവരുടെ സാംസ്കാരികപരമായിട്ടും സ്വഭാവപരമായിട്ടും മറ്റുള്ള പ്രവർത്തികളിലെല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ പുതുതലമുറയിൽ വരുന്ന മാറ്റങ്ങളോട് പഴയ തലമുറക്ക് പലപ്പോഴും ആ പ്രതിഭാസം ഉൾക്കൊള്ളുവാൻ, പൊരുത്തപ്പെടുവാൻ കഴിയുകയില്ല. ഇതിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സാങ്കേതികമായും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും തലമുറകൾ തോറുമുള്ള വ്യത്യസ്തതകൾ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്നതാണ്. എന്നിരുന്നാലും പുതുതലമുറക്കൊപ്പം ഓടിയെത്തേണ്ടത് പഴയ തലമുറയുടെ ഒരു ആവശ്യകതയാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 തലമുറകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ വിദ്യാഭ്യാസം, ഇൻഫോർമൽ വിദ്യാഭ്യാസം എന്നാൽ എന്താണ്? അതിൻ്റെ ആൻസർ, സാമൂഹ്യ മാറ്റത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് വിദ്യാഭ്യാസം. കാരണം വിദ്യാഭ്യാസമുള്ള ആളുകളും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും സമൂഹത്തിൽ വ്യത്യസ്തരായിരിക്കും. അവരുടെ സംസ്കാരങ്ങളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവർ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. സമൂഹത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് വിദ്യാഭ്യാസം. സാമൂഹിക ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി തെളിഞ്ഞു കാണുവാൻ സാധിക്കുന്നതാണ്.
വിദ്യാഭ്യാസത്തിലൂടെയാണ് സാമൂഹ്യവൽക്കരണം, സാമൂഹ്യ നിയന്ത്രണം തുടങ്ങിയവ നമുക്ക് ആർജിച്ചെടുക്കുവാൻ വ്യക്തികൾക്ക് സാധിക്കുന്നത്. അപ്പോൾ സാമൂഹ്യവൽക്കരണം അതുപോലെ തന്നെ സാമൂഹ്യ നിയന്ത്രണം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിദ്യാഭ്യാസങ്ങളിലൂടെയാണ് നേടിയെടുക്കുവാൻ സാധിക്കുക. പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തത് ഫോർമൽ എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ വിദ്യാഭ്യാസം സ്കൂളുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹായത്താൽ നേടിയെടുക്കുന്നവയാണ് ഫോർമൽ വിദ്യാഭ്യാസം. ഇതുവഴിയായി ചിട്ടകൾ, നിയന്ത്രണങ്ങൾ തുടങ്ങിയവ വ്യക്തികളിൽ ആർജിച്ചെടുക്കും. ഇപ്പോൾ ഒരു കുട്ടി ചെറിയ പ്രായം മുതൽ, അതായത് നമ്മൾ നഴ്സറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതുമുതലാണ് അവൻ വിദ്യാഭ്യാസത്തിലൂടെയുള്ള സംസ്കാരങ്ങളും മറ്റുള്ള സാമൂഹ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചു വരുന്നത്. അങ്ങനെ അവൻ്റെ ഉയർന്നുള്ള LP, UP, ഹൈസ്കൂള്, പിന്നെ ഡിഗ്രി, ഹയർ സെക്കൻഡറി, ഡിഗ്രി, PG തുടങ്ങിയ ഉയർന്ന വിദ്യാഭ്യാസങ്ങൾക്കനുസരിച്ച് അവൻ്റെ സംസ്കാരത്തിലും മറ്റുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളിലും സാമൂഹ്യവൽക്കരണത്തിലുമെല്ലാം ആവശ്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ അവന് വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് ഫോർമൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻഫോർമൽ വിദ്യാഭ്യാസം. ഒരു വ്യക്തി അവൻ്റെ അനുഭവ ജീവിതത്തിലൂടെ, പ്രത്യേകിച്ചും സാമൂഹിക ജീവിതത്തിലൂടെ അറിവുകൾ ആർജിച്ചെടുക്കുന്നതിനെയാണ് ഇൻഫോർമൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർമൽ വിദ്യാഭ്യാസത്തിന് ഒരു വ്യക്തമായിട്ടുള്ള സിലബസുകൾ ഉണ്ടായിരിക്കും, വിദ്യാഭ്യാസ ചട്ടക്കൂടുകൾ ഉണ്ടായിരിക്കും, അതിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും അവർ പഠിച്ചു വരുന്നത്. എന്നാൽ ഇൻഫോർമൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സാമൂഹിക ജീവിതത്തിലൂടെ അവൻ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസമാണ്. അത് സമൂഹം, അവരുടെ കുടുംബമാകാം, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സുകളാകാം, പിന്നെ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ, ഇവയിൽ നിന്നെല്ലാം അവൻ നേടിയെടുക്കുന്ന അനുഭവ സമ്പന്നമായിട്ടുള്ള വിദ്യാഭ്യാസം, അതിനെയാണ് ഇൻഫോർമൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത്, സ്വാഭാവികമായി ഭാഷ പഠിക്കുന്നത്. ഒരു കുട്ടി അവന് സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നഴ്സറിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻക്ക് എന്തിനു സാധിക്കും, ചെറിയ രീതിയിലെങ്കിലും സംസാരിക്കുവാൻ സാധിക്കും. ഇതെങ്ങനെ നേടിയെടുത്തതാണ്? അവൻ്റെ ഇൻഫോർമൽ വിദ്യാഭ്യാസം, സാമൂഹിക അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പിന്നെ തുടങ്ങിയ അവനുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്നുമാണ് ഈ ഭാഷ പഠിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയാണ് ഇൻഫോർമൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് വിവരിക്കുക. ജൈവിക ഘടകങ്ങൾ, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ജൈവിക ഘടകങ്ങൾ. നെക്സ്റ്റ് രണ്ടാമത്തത് കൾച്ചറൽ ഫാക്ടേഴ്സ്, സാമൂഹിക ഘടകങ്ങൾ. തേർഡ് വൺ ടെക്നോളജി ഫാക്ടേഴ്സ്, സാങ്കേതിക ഘടകങ്ങൾ. പിന്നെ ഫോർത്ത് വൺ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ. ലാസ്റ്റ് വൺ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, രാഷ്ട്രീയ ഘടകങ്ങൾ. ഈ 6 ഘടകങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതെല്ലാം സാമൂഹിക ഘടകങ്ങളെ ബാധിക്കുന്ന, സാമൂഹ്യ മാറ്റത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഫസ്റ്റ് വൺ, ഒന്നാമത്തത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ജൈവിക ഘടകങ്ങൾ. ഇവിടെ ജൈവിക ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. മനുഷ്യർ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നതാണ്. ഒരു സമൂഹത്തിലെ ആവാസ വ്യവസ്ഥ സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. ഒരു മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അവൻ്റെ സ്വഭാവത്തെയും സംസ്കാരത്തെയും ഒക്കെ സൃഷ്ടിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ, അവൻ ജീവിക്കുന്ന ചുറ്റുപാട് സാമൂഹ്യ മാറ്റത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. മനുഷ്യൻ്റെ മൗലികമായ ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്നും സസ്യങ്ങളെയും മൃഗങ്ങളെയും ഉപയോഗപ്പെടുത്തി വന്നിട്ടുണ്ട്. ആദ്യ കാലങ്ങളിലാണെങ്കിൽ മനുഷ്യൻ്റെ മൗലികമായിട്ടുള്ള ആവശ്യങ്ങൾ, അവൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഭക്ഷണം, ഒന്നാമത്തെ കാര്യം ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, പാർപ്പിടം. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയിൽ നിന്നുമുള്ള സസ്യങ്ങളെയും ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സസ്യങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി മൃഗങ്ങളെയും അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
വിളകൾ ജനസംഖ്യയെയും മനുഷ്യ സമൂഹത്തിൻ്റെയും ഘടനയെയും ജന ജനന നിരക്കിനെയും മരണനിരക്കിനെയും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തിൽ അവർക്ക് ലഭ്യമാകുന്ന വിളകൾ അനുസരിച്ചാണ് അവരുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല അവരുടെ ജനസംഖ്യ, അതുപോലെ തന്നെ ജനന മരണ നിരക്കുകൾ, ഇവയെല്ലാം ഈ മനുഷ്യന്റെ സാമൂഹിക മാറ്റത്തിന്, ജൈവികപരമായിട്ട് സാമൂഹ്യ മാറ്റത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്നാമത്തത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ജൈവിക ഘടകങ്ങൾ. നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് കൾച്ചറൽ ഫാക്ടേഴ്സ്, സാംസ്കാരിക ഘടകങ്ങൾ. സാമൂഹ്യ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് സാംസ്കാരിക ഘടന. സംസ്കാരം എന്നത് മനുഷ്യനിർമ്മിതമായ പരിതസ്ഥിതിയാണ്. അതായത് ഓരോ ആളുകളും, നമ്മുടെ മുമ്പേയുള്ള ആളുകൾ കൊണ്ടുവന്ന സംസ്കാരങ്ങൾ, അതിനെ തുടർച്ചയായിട്ട് വന്ന് ഓരോ സംസ്കാരങ്ങൾ തുടർച്ചയായിട്ട് വരും. പിന്നീട് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങളാൽ സംസ്കാരത്തിൽ മാറ്റം വരും. അതുകൊണ്ട് സംസ്കാരം മനുഷ്യനിർമ്മിതമായ ഒരു പരിതസ്ഥിതിയാണ്. അത് സാമൂഹ്യ ജീവിതത്തിന്റെ ഉൽപ്പന്നമാണ്. നമ്മുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ധർമ്മങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെട്ടതാണ് സാംസ്കാരിക ഘടകം. അപ്പോൾ ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിൽ അവരുടെ മൂല്യങ്ങൾ, അതായത് സമൂഹത്തിന്, ജനങ്ങൾക്ക് കൽപ്പിക്കുന്ന ഒരു മൂല്യം, വില എന്ന് പറയാം, മൂല്യങ്ങൾ. അതുപോലെ തന്നെ ആ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ ധർമ്മങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ പാരമ്പര്യങ്ങൾ, ഇവയെല്ലാം ഒരു സാംസ്കാരിക ഘടകം എന്നുള്ളതിൽ ഉൾപ്പെടുന്നതാണ്. ആശയങ്ങളും ആദർശങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളുമെല്ലാം മാറ്റത്തിന് വിധേയമാണ്. അതായത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ആശയങ്ങളിൽ മാറ്റം വരും. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ആദർശങ്ങളിൽ മാറ്റം വരും. പ്രത്യയശാസ്ത്രങ്ങളിലും തത്വശാസ്ത്രങ്ങളിലും എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഇതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിനും കാലത്തിനും അനുസരിച്ച് സ്വാഭാവികമായിട്ടും അവന്റെ സംസ്കാരത്തിലും മാറ്റം വരുന്നുണ്ട്. അറിവ് കാലഗതിക്കൊത്ത് അവ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം സാമൂഹ്യക്രമത്തിലും മാറ്റം വരുത്തുന്നുണ്ട്. അറിവ്, വിശ്വാസം, കല, ധാർമ്മികത, നിയമം, ആചാരം, ഇവ സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിക്കുന്ന മറ്റ് കഴിവുകൾ, അവരുടെ ശീലങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു സങ്കീർണമായ ഏകമാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കാരത്തിന്റെ ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ടൈലറാണ് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തുള്ളത്. അറിവ്, വിശ്വാസം, കല, ധാർമ്മികത, നിയമം, ആചാരം, ഇവ സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യർ ആർജിക്കുന്ന മറ്റ് കഴിവുകൾ, ശീലങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട ഒരു സങ്കീർണമായ ഏകകമാണ് സംസ്കാരമെന്ന് ടൈലർ പറയുന്നു. മനുഷ്യൻ തൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായിട്ടുള്ള ജീവിതത്തിന്റെ മാനസികവും ഭൗതികവുമായിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ആർജിക്കുന്നതാണ് സംസ്കാരം. ഇപ്പോൾ മനുഷ്യൻ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഉള്ള സംസ്കാരം, അല്ലെ? അപ്പോൾ അവൻ ജീവിക്കുന്നത് എവിടെയാണോ ആ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെ സംസ്കാരം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ അവന്റെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, അവന്റെ മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് അവന്റെ സംസ്കാരത്തിൽ മാറ്റം വരും. അതുപോലെ തന്നെ ഭൗതിക മണ്ഡലങ്ങൾ, അവൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും, അവന്റെ വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, അവന്റെ ഭക്ഷണങ്ങൾ, പിന്നെ മറ്റുള്ള കൂട്ടുകെട്ടുകൾ, ഇവയെല്ലാം അവന്റെ സംസ്കാരത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം അടങ്ങുന്നതിന്റെ ആകെത്തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് വരുന്നത് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, സാങ്കേതിക ഘടകങ്ങളാണ്. സാമൂഹ്യ മാറ്റത്തിൽ സാങ്കേതികമായ ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആധുനിക സമൂഹത്തിൽ അതിന് വളരെയധികം പ്രാമുഖ്യം വരുന്നുണ്ട്. കാരണം ദിനം പ്രതി, അതായത് ഡേ ടു ഡേ വെച്ചുകൊണ്ട് സാങ്കേതിക വിദ്യയിൽ ധാരാളം വലിയതായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട്, ജീവിതം കൂടുതൽ സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ട്
പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോഴെന്നല്ല, ആദ്യ കാലഘട്ടം മുതൽ, അതായത് നാഗരിക കാലഘട്ടം മുതലേ ഇത് മനുഷ്യന് ഉണ്ടായതാണ് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ. മനുഷ്യൻ ഈ ലോകത്ത് എന്നു മുതൽ അവനുണ്ടോ ആ കാലഘട്ടം മുതൽ തന്നെ സാങ്കേതിക വിദ്യയിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നാഗരിക സംസ്കാരത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവര് ഭക്ഷണം സമ്പാദനത്തിനായി, ഭക്ഷണം തേടുവാൻ വേണ്ടിയിട്ട് മനുഷ്യർ ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ ആയുധമായിട്ട് കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അവര് പിന്നെ അതിനുശേഷം വേട്ടയാടുവാൻ പറ്റുന്ന അമ്പ്, വില്ല്, കുന്തങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു, മാറി. പിന്നീട് അതിനുശേഷം ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടെ വ്യാവസായികവൽക്കരണം ഉണ്ടായി. അതിനുശേഷം ഇരുമ്പിൻ്റെ ആയുധങ്ങളാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം ആ കാലഘട്ടം ഇരുമ്പിൻ്റെ, നമ്മൾ വ്യാവസായിക വിപ്ലവമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെ ആയുധ നിർമ്മാണങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം സാങ്കേതിക വിദ്യകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ കാലം കഴിയുന്തോറും ടെക്നോളജിയിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നാഗരികതയുടെ ഒരു ഉൽപ്പന്നമാണ് സാങ്കേതിക വിദ്യ. ഭക്ഷണ സമ്പാദനത്തിനായി മനുഷ്യർ ആദ്യം കല്ലുകൾ ഉപയോഗിച്ചു. ആ കാലഘട്ടം മുതൽ വ്യവസായവൽക്കരണത്തിന് ശേഷമുള്ള ഇന്നത്തെ കാലഘട്ടം വരെ കല്ലെന്ന ഉപകരണത്തിൽ നിന്ന് നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായ സാങ്കേതിക വിദ്യകളുടെ നവീന രൂപമാണ് മനുഷ്യർ തൻ്റെ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കിയത്. ജീവിത പ്രശ്നങ്ങളെ ശാസ്ത്രീയമായ അറിവുകൾ ഉപയോഗിച്ച് പരിഹരിക്കുമ്പോഴാണ് അത് സാങ്കേതിക വിദ്യയായിട്ട് മാറുന്നത്. ഇപ്പോൾ നമ്മളെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പം അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രശ്ന പരിഹാര മാർഗങ്ങളുണ്ടോ, ആ മാർഗങ്ങളെയാണ് സാങ്കേതിക വിദ്യയായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഭൗതിക ശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഭൗതികശാസ്ത്രപരമായിട്ടുള്ള ഭൗതിക ഘടകങ്ങളാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നതിൽ ഭൂതലം, കാലാവസ്ഥ, മഴ, പുഴ, സസ്യജാലം, വനം, മൃഗങ്ങൾ, ധാതുക്കൾ തുടങ്ങിയവയെല്ലാം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളിൽ പെടുന്നതാണ്. മനുഷ്യ സമൂഹത്തിന് ഇവ ആഘാതമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, വരൾച്ച, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, മലിനീകരണം എന്നിവ പെട്ടെന്നുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കം അല്ലേ, ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ വയനാട് സംഭവം ഉണ്ടായല്ലോ. ഒരു ദിവസം കൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലുള്ള ആളുകളുടെ സംസ്കാരത്തിലും ജീവിതശൈലിയിലുമെല്ലാം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ വരൾച്ച, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, മലിനീകരണം തുടങ്ങിയ കാരണങ്ങൾ പെട്ടെന്നുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മാറ്റത്തിൻ്റെ വേഗത കൂട്ടുന്നു. ഭൗതിക പരിസ്ഥിതികൾ സാമൂഹ്യ അവസ്ഥകളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കൂ, ഭൗതികമായ അധിവാസങ്ങളും സാംസ്കാരിക വളർച്ചയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ഇത്തരത്തിൽ ഭൂമിയിലെ ഭൂതലവും കാലാവസ്ഥയും മഴ, പുഴ, സസ്യജാലം, വനങ്ങൾ, മൃഗങ്ങൾ, ധാതുക്കൾ ഉൾപ്പെടെയുള്ള ഭൗതികമായിട്ടുള്ള ഘടകങ്ങൾ മനുഷ്യൻ്റെ സംസ്കാരത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, രാഷ്ട്രീയ ഘടകങ്ങളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അതായത് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. ഇത് ബ്രിട്ടീഷ് ഭരണം, ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യം എന്നിവയാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിച്ച പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ. അതായത് ബ്രിട്ടീഷ് ഭരണം വന്നതോടുകൂടെ ഇന്ത്യയിലുള്ള ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുമിക്കുകയും അവർ ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ശ്രമഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഭരണം, ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യം എന്നിവയാണ് ഇന്ത്യൻ സമൂഹത്തെ സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിച്ചത്. ഇനി
മജൂംദാറിന്റെ അഭിപ്രായത്തിൽ ഒരു ചരിത്രകാരനാണ് മജൂംദാർ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാറ്റം എന്നാൽ സമൂഹത്തിന്റെ നടപ്പിൽ പുതിയ രീതിയും ആശയങ്ങളും കൊണ്ടുവരുന്ന നടപടിയെയാണ് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത്. സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ നടത്തിപ്പിൽ പുതിയ രീതിയും ആശയങ്ങളും കൊണ്ടുവരുന്ന നടപടിയെയാണ് സമൂഹ മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സാമൂഹ്യ മാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ മാറ്റത്തിന് കാരണമായിട്ടുള്ള സാമ്പത്തിക ഘടകങ്ങൾ ഏതെല്ലാമാണ്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. ഒന്നാമത്തത് മാർക്സിയൻ വ്യൂ, രണ്ടാമത്തത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, മൂന്നാമത്തത് ഗ്രീൻ റവല്യൂഷൻ. ഒന്നാമത്തത് കാറൽ മാർക്സിന്റെ കാഴ്ചപ്പാടാണ്. അതായത് കാറൽ മാർക്സ് ആണ് സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് പഠനം നടത്തിയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ മാറ്റം എന്നത് സാമ്പത്തിക ഘടകങ്ങളുടെ ഒരു ഫലമാണ് എന്നാണ് പറയുന്നത്. സാമൂഹ്യ മാറ്റം സാമ്പത്തിക ഘടകങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ അത് സാമൂഹ്യ മാറ്റത്തെ ബാധിക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാടാണ് കാറൽ മാർക്സ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഉൽപാദനം സമൂഹത്തിലെ സാമൂഹ്യ, സാംസ്കാരിക, മതപര, രാഷ്ട്രീയപരമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉൽപാദനത്തിൽ കുറവ് വരുമ്പോഴും അതുപോലെ തന്നെ ഉയർച്ച ഉണ്ടാകുമ്പോഴും അത് സമൂഹത്തെയും സംസ്കാരത്തെയും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമെല്ലാമുള്ള ഘടകങ്ങളെ അവ ബാധിക്കാറുണ്ട് എന്നാണ് കാറൽ മാർക്സ് മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തം. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ എക്കണോമിക് ഫാക്ടേഴ്സിൽ രണ്ടാമത്തത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യാവസായിക വിപ്ലവത്തിന്റെ സ്വാധീനമാണ് രണ്ടാമത്തെ കാര്യം. അതായത് 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം നടക്കുന്നത്. കാരണം അവിടെയായിരുന്നു ഇരുമ്പയിര് ധാരാളമായിട്ട് സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആദ്യമായി ആരംഭിക്കുകയും പിന്നീട് അത് ലോകം മുഴുക്കെ വ്യാപിക്കുകയും ചെയ്തു. ഇതിന് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ താഴെ പറയുന്ന കാര്യങ്ങളാണ്. വ്യാവസായിക വിപ്ലവം വന്നതോടുകൂടെ കുടിൽ വ്യവസായങ്ങൾ ഫാക്ടറിയിലേക്ക് മാറ്റി. ഒന്നാമത്തെ കാര്യം, ധാരാളമായിട്ടുള്ള ചെറു കുടിൽ വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. അവയൊക്കെ വലിയ വ്യാവസായിക ഫാക്ടറികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തത്, ഉൽപാദന പ്രക്രിയയുടെ പ്രധാന ഘടകമായിട്ട് മൂലധനം മാറി. ധാരാളം വ്യവസായശാലകൾ വന്നു. അതുകൊണ്ട് തന്നെ ധാരാളം മൂലധനമായിട്ട് മാറുകയും ധാരാളമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് മാറി. മൂന്നാമത്തത്, കാർഷിക ജോലിയിൽ നിന്നും വ്യാവസായിക അധിഷ്ഠിത തൊഴിലിലേക്ക് മാറി. ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്തോടുകൂടെ ധാരാളം ആളുകൾ കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് അവർ വ്യാവസായിക മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. നാലാമത്തത്, എല്ലാ ജനങ്ങളും വ്യവസായ അധിഷ്ഠിതമായ ജോലിയിലേക്ക് മാറി. എല്ലാവരും അവരുടെ ഏതൊരു പ്രവൃത്തിയും ഏതൊരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ വ്യവസായ അധിഷ്ഠിതമായിട്ടുള്ള ജോലിയാണ് അവർക്ക് ഉണ്ടാവുക. അഞ്ചാമത്തത്, സ്ത്രീകൾ ഗാർഹിക ജോലി ഉപേക്ഷിച്ച് വ്യവസായശാലകളിലെ ജോലികൾ സ്വീകരിച്ചു. അപ്പോൾ ഓരോ വീടുകളിലേക്ക് അടുക്കള പണിക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ള വേലകൾ ചെയ്യുന്ന, ക്ലീനിങ്ങിനൊക്കെ പോകുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ അത്തരത്തിലുള്ള വീട്ടുജോലികൾ ഉപേക്ഷിച്ചുകൊണ്ട് വ്യവസായശാലകളിലേക്ക് ജോലി അന്വേഷിച്ച് ജോലിക്കായിട്ട് അവർ പോയി. ആറാമത്തത്, ജാതി, മതം ഇവ മൂലമുള്ള വ്യത്യാസങ്ങൾക്ക് മാറ്റം അനുഭവിച്ചു. പിന്നീട് ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്തോടുകൂടെ ആരും മതവും ജാതിയും ഒന്നും നോക്കാണ്ട് ജീവിത നിലവാരം ഉയർത്തുവാനുള്ള, സമ്പാദ്യം നേടുവാനുള്ള ശ്രമത്തിലേക്കാണ് അവർ പോയത്. ഇത്തരത്തിൽ ജാതി, മതം എന്നിവ മൂലമുള്ള വ്യത്യാസങ്ങളിൽ ധാരാളം മാറ്റം സംഭവിച്ചു. ഏഴാമത്തത്, നഗരവൽക്കരണം ആരംഭിച്ചു. ഗ്രാമങ്ങളിൽ നിന്നും ധാരാളമായിട്ട് ആളുകൾ പട്ടണങ്ങളിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അവിടെ നഗരവൽക്കരണ സമ്പ്രദായങ്ങൾ ഉണ്ടായി. എട്ടാമത്തത്, ഗതാഗതം, ആശയവിനിമയം ഇവയിലും പുരോഗതി ഉണ്ടായി. വ്യവസായശാലകൾ വളർന്നപ്പോൾ ധാരാളം വാണിജ്യ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് റോഡുകളും മറ്റുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ധാരാളമായിട്ട് പരസ്പരം ആശയവിനിമയ രീതിയിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണത്തിൻ്റെ കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. മൂന്നാമത്തതാണ് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. കാർഷിക രംഗത്തുള്ള പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. കാർഷിക രംഗത്ത് വന്നിട്ടുള്ള വലിയ പുരോഗതിയെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. 1960 ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഈ ഹരിത വിപ്ലവം കാർഷിക രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഘടകങ്ങളാണ് സാമൂഹ്യ മാറ്റത്തെ ബാധിക്കുന്ന സാമ്പത്തിക ഘടകങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇത് ചെറിയൊരു ചാപ്റ്ററാണ്, ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങൾ. ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.